ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഷാർജയുടെ റെസിപ്പി ആയിട്ടാണ്. ചൂട് സമയത്തൊക്കെ ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? അപ്പം ഈ ടേസ്റ്റ് ആയിട്ടുള്ള ഷാർജ എങ്ങനെയൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നല്ല കട്ടിയായ പാല് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 500 ml കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം അതെടുക്കേണ്ടത്. ഇത്രയും കട്ടി വേണം പാലിന്. അപ്പോൾ നമുക്ക് ആ കവറിൽ നിന്ന് പൊട്ടിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വേണ്ടത് 3 ചെറുപഴമാണ്. ഞാനിപ്പോൾ ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വേറെ പഴങ്ങളുണ്ടല്ലോ, മോറീസ് അങ്ങനെയൊക്കെയുള്ള പഴങ്ങൾ, അത് ഇതിലെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാർജയ്ക്ക് ഒരു വേറെ ടേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാർജയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാലിപ്പൂവൻ തന്നെ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ഷാർജ തയ്യാറായിട്ടുണ്ട്. ചൂട് സമയത്തൊക്കെ ഈ ഒരു ഗ്ലാസ് മതി. ഒരു പ്രത്യേക ഫീല് തന്നെയാണ് ഇതൊന്ന് കുടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കണം. ഇതിന് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടാം, കുറയ്ക്കണമെന്നുള്ളവർക്ക് കുറയ്ക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പം ഈ ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ എന്തായാലും ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കൂടെ കൊച്ചു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.